ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു സ്ത്രീയാണ്. അത്യാവശ്യം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്തു വരുന്ന ഒരു ചെറിയ കോണ്ടന്റ് ക്രിയേറ്ററും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്നുള്ളത്. ഒരു പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ പൊതുസമൂഹങ്ങളിലും ബസ്സുകളിലും എല്ലാം തന്നെ നമ്മൾ അനുഭവിക്കുന്ന, ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഒരു പക്ഷെ സത്യമായിരിക്കാം. നമ്മൾ അതിന് നേരെ ഉയർത്തേണ്ട ശബ്ദവും ഒരു പക്ഷെ പ്രാധാന്യം തന്നെയാണ്. എന്നാൽ ഒരു സ്ത്രീ എന്നതിനപ്പുറം നമ്മളൊരു മകൾ കൂടിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു സഹോദരിയാണ്, നമ്മളൊരു ഭാര്യയാണ്, നമ്മളൊരു അമ്മയും കൂടിയാണല്ലേ. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ഒരാൾക്ക് നേരെ ഉയർത്തുന്ന ഓരോ ക്യാമറ കണ്ണുകളും, ചിന്തയില്ലാതെ നമ്മൾ പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോകളും ഒരു മനുഷ്യന്റെ ജീവിതത്തെ പാതാളത്തോളം താഴ്ത്താൻ പര്യാപ്തമാണ്. ദീപക് എന്നൊരു യുവാവിന്റെ വിയോഗം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ വിരൽത്തുമ്പുകൾക്കും ഒരു കത്തിയേക്കാൾ മൂർച്ചയുണ്ട്. അതിനൊരാളുടെ ജീവൻ കവർന്നെടുക്കാൻ കഴിയുവോളം മൂർച്ചയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലൈംഗിക അതിക്രമണം എന്ന ലേബലിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഓരോ വീഡിയോയും യുവാവിൻ്റെ മരണത്തിൻ്റെ നിഴലിലേക്ക് തള്ളിവിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തോറ്റുപോകുന്നത് നമ്മൾ ഓരോ വ്യക്തികൾ മാത്രമല്ല, നാം അടങ്ങുന്ന ഈ ഒരു സമൂഹവും നമ്മുടെ വിവേകവും മനുഷ്യത്വവും കൂടിയാണ്. നമ്മൾ പലപ്പോഴും ലൈംഗിക അതിക്രമണം എന്ന് ആരോപിച്ച് നമ്മൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോ ഒരു പക്ഷേ ഒരു അമ്മയ്ക്ക് ഒരു മകനെയാണ് നഷ്ടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഒരു സഹോദരനെ ആകാം, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ ആകാം, അല്ലെങ്കിൽ ഒരു മകനെ ആകാം. സ്ലോ മോഷനും ഫിൽറ്ററും കൊലച്ചിരിയും സമ്മാനിച്ച് നിന്റെ എഡിറ്റിംഗ് കഴിവുകളെല്ലാം തന്നെ പുറത്തിട്ട് നീ വൈറലാക്കിയ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ സമ്മാനിച്ചത് കുറേ ലൈക്കുകളും ഷെയറുകളും ഒക്കെ ആയിരിക്കാം. പക്ഷെ അത് ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ, ഒരു മനുഷ്യ ജീവനെയാടി. ഒരു കാര്യം മാത്രമാണ് നിന്നോട് പറയാനുള്ളത്, കേവലം കുറച്ച് ലൈക്കുകളും ഷെയറുകളും ഒരു മനുഷ്യ ജീവനേക്കാൾ ഒരിക്കലും വലുതല്ല. ഈ ഒരു സ്ത്രീ മാത്രമല്ല, അതിവേഗ നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയ പോരാളികളും എന്തിന് സത്യം தெரியாതെ ഓരോ ലൈക്കും ഷെയറും കൊടുത്ത് ആ ഒരു വീഡിയോയെ പ്രോത്സാഹിപ്പിക്കുന്ന ഞാനടങ്ങുന്ന ഓരോ കാഴ്ചക്കാരും ഒരുപോലെ ഒരു മരണത്തിന് ഉത്തരവാദികൾ. അവസാനമായി ഒന്നേ പറയാം, സ്ത്രീത്വത്തിന്റെ കരുതൽ മറ്റൊരു ജീവനെ തകർക്കാനുള്ള ആയുധമാക്കരുത്. തെളിവില്ലാത്ത ആരോപണങ്ങൾ ഒരിക്കലും ഒരു നീതിയല്ല, അതൊരു കുറ്റം മാത്രമാണ്.